ബറാബയാ പഴുത്ത് കിടക്കണുണ്ടോ? ഇവിടെ നമ്മുടെ ഇവിടെ നിറയെ ഉണ്ടായി കിടക്കണുണ്ടോ? നമ്മുടെ ഇതിന്റെ അവിടെ ശിവഗംഗയുടെ ഓപ്പോസിറ്റ് ബാക്ക് സൈഡിൽ നല്ല ഭംഗിയാ. ഗസ്റ്റ് ഒക്കെ ചോദിക്കാറുണ്ട് എന്ത് പഴമാണെന്നല്ല അല്ലേ? ചേച്ചി നാളെ ഒരു ലീവ് എടുത്താലോ എന്ന് ആലോചിക്കായിരുന്നു. നാളെയോ? നാളെ വ്യാഴാഴ്ചയല്ലേ? നാളെ വ്യാഴാഴ്ച. വ്യാഴവും വെള്ളിയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്. കാരണം സ്കൂൾ പാക്കേജ് വ്യാഴവും വെള്ളിയുണ്ട്. പിന്നെ ശനിയും ഞായറും പിന്നെ നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നോക്കണ്ട, തിങ്കളാഴ്ച ലീവ് എടുക്കാം. എമർജൻസി ഇല്ല പിന്നെ അതിന്റെ ആവശ്യമില്ല. തിങ്കളാഴ്ച ലീവ് എടുത്താൽ മതി. ചേച്ചി ഒരു മിനിറ്റ്, ഈ ചെടി ഇതെന്തായിരുന്നു? കഴിഞ്ഞ ദിവസം ഒരു ഗസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഇത് കണ്ടറിയത്തില്ല, ഇത് കണ്ട ഇതിന്റെ കളർ കണ്ട നല്ല ഭംഗിയല്ലേ? അടിചുവപ്പി എന്നാണ് ഇതിനെ പറയണേ. ഗസ്റ്റ് ചോദിച്ചപ്പോ ഞാൻ ജസ്റ്റ് ഈ ബോർഡ് നോക്കി അടിചുവപ്പി എന്ന പേര് പറഞ്ഞു കൊടുത്തു. എനിക്ക് അറിയില്ലായിരുന്നു. ഇതിന്റെ ആ ഒരു പ്രത്യേകത, മേൽഭാഗം പച്ച കളറായിരിക്കും, പക്ഷെ അതിന്റെ ആ ഒരു ബാക്ക് സൈഡിലത്തെ ഇല വന്നിട്ട് നല്ല റെഡ് കളറായിരിക്കും. പക്ഷെ നല്ല ഭംഗിയല്ലേ നിൽക്കുന്ന കാണാൻ? നല്ല ഭംഗിയാ നിൽക്കുന്ന കാണാനായിട്ട്. കണ്ട നല്ല പൂക്കളത്തിലൊക്കെ ഇടാൻ പറ്റുന്ന രണ്ട് കളറും കോമ്പിനേഷൻ വരും ഒരെണ്ണത്തിൽ തന്നെ. നമ്മളിപ്പം ഡ്രസ്സൊക്കെ രണ്ട് സൈഡിൽ ഉടുക്കാൻ പറ്റുന്ന മുണ്ട്, അങ്ങനത്തെ ടൈപ്പൊക്കെ ഇല്ലേ? അങ്ങനെ അതെ, ഷാജി പാപ്പൻ സ്റ്റൈല് അതുപോലുള്ള ചെടിയാ. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, എന്നാന്നറിയാവോ? ഇതിന്റെ പേര് അടിചുവപ്പി എന്നാണെങ്കിലും ഇതിനെ ബ്ലൈൻഡ്നെസ് ട്രീ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലല്ല, ഈ ചൈനീസ്, വിയറ്റ്നാം അങ്ങനെയുള്ള സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ അവരുടെ ചരിത്രവുമായിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു ചെടിയാണ് നമ്മുടെ ഈ അടിചുവപ്പി എന്ന് പറയുന്നത്. അതിന് ബ്ലൈൻഡ്നെസ് ട്രീ എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇല ശ്രദ്ധിച്ചോ? ഈ ഇല നമ്മളിങ്ങനെ കാണിച്ചു തരാം. പൊട്ടിച്ചെടുക്കുമ്പോഴേ അതെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ കണ്ടോ, ഇതിനകത്തൊരു കറ വരുന്നുണ്ടോ? വെള്ള കളറിലെ പാല് പോലെ. ഇത് വിഷമാണ്. ഇത് നമ്മുടെ കയ്യിൽ നല്ല സ്കിന്ന് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻകാർക്കൊക്കെ ആണെങ്കിൽ ഇത് ദേഹത്ത് തട്ടുക എന്നുണ്ടെങ്കിൽ അലർജി, ചോർച്ചിൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് കണ്ണിൽ പോയാൽ ഉറപ്പായിട്ടും ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ചെടി അറിയാതെ പൊട്ടിച്ചാൽ പ്രശ്നമാണോ? അല്ല, അറിയാതെ പൊട്ടിച്ചാൽ എന്നുള്ളതല്ല. നമ്മളിപ്പോൾ നോർമലി ഇപ്പം നല്ല ഹാർഡായിട്ടുള്ള സ്കിൻകാർക്ക് ചിലപ്പോൾ ഇതിനകത്ത് ആ ഒരു പ്രശ്നം ഉണ്ടാവും. എനിക്ക് വയ്ക്കാൻ പേടിയാവുകൊണ്ട് ഞാൻ വയ്ക്കത്തില്ല കയ്യിൽ, അലർജി ഉണ്ടോ നോക്കാനായിട്ട്. പക്ഷെ ഇത് നോർമലി നമുക്ക് അലർജി ഉണ്ടാക്കുന്നതാണ് ഈ ഒരു കറ എന്ന് പറയുന്നത്. ഈ ഒരു വെള്ള കളറിലേക്ക് കണ്ണിലേക്ക് തെറിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് അറിയാണ്ട് കണ്ണിൽ തൊടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൈൻഡ്നെസ് വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ പറയുന്നത് ഈ വിദേശത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, വിയറ്റ്നാം അതുപോലെ തന്നെ ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ, കടലോരത്തൊക്കെ താമസിക്കുന്നവരും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര പേടിയാണ് ഈ ഒരു ചെടി. കാരണം ഇത് നമ്മൾ പറിച്ചിട്ട് വെട്ടിക്കളഞ്ഞിട്ട് അത് പുകയിട്ടെന്ന് വെച്ചോ, പുകയിട്ടാൽ തന്നെ അതിൻ്റെ പുക കുറച്ച് സമയത്തേക്കാണേലും നമ്മുടെ കണ്ണിനെ അന്ധമാക്കുമെന്നാണ് പറയുന്നത്. ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് ഭയങ്കര പേടിയാണ് ഈ ഒരു ചെടിയൊക്കെ ഇങ്ങനെ പുകയിടാനും. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ആ കറയൊക്കെ മേത്ത് പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ എന്ത് തൊട്ടാലും അലർജി ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ സോഫ്റ്റ് സ്കിന്നായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് ജസ്റ്റ് തൊടുമ്പോൾ തന്നെ ഭയങ്കര ചൊറിച്ചിൽ, അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വേറെ ഈ കടലാവണക്ക് അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെയൊക്കെ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിനകത്തൊരു പശയുണ്ട്. നഞ്ചുംകായ എന്ന് പറയാം. അതല്ലാതെ നഞ്ചല്ല, അല്ലാണ്ട് കടലാവണക്ക് എന്ന് പറയുന്ന ഒരു കായുണ്ട്. ആ കായൊക്കെ പണ്ടുള്ള നമ്മുടെ മുത്തശ്ശിമാരെ, അമ്മമാരൊക്കെ പല്ലുവേദനയ്ക്കൊക്കെ അതിൻ്റെ പശ ഇങ്ങനെ തണ്ടൊട്ടിച്ചിട്ട് ഇങ്ങനെ പല്ലുവേദനയുള്ള ഭാഗത്ത് വെക്കുമായിരുന്നു. അപ്പോൾ അത് വേദന കുറയും. പക്ഷെ അത് നമ്മുടെ കണ്ണിൽ ചെറുതായിട്ടൊന്ന് പോയി നോക്കിയോ, ഇങ്ങനെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് മൂടി ആ ഒരു ബ്ലറായിട്ട് വരുന്ന അവസ്ഥയായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പോലുള്ള ഒരു ചെടിയാണ് ഇതും. അത് കാരണം വെച്ചാൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ള കന്നുകാലികൾക്കൊന്നും തിന്നാൻ പറ്റത്തില്ല. കാരണം അതിനകത്തൊരു വിഷമുള്ളത് കൊണ്ട് തന്നെ അത് കഴിക്കാൻ പറ്റത്തില്ല. അത് വയറിന് ചില പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ നമ്മുടെ കന്നുകാലികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളിത് ചെടി അലങ്കാര സസ്യമായിട്ടാണ് നമ്മൾ വീട്ടിൽ വയ്ക്കുന്നത്. നല്ല ഭംഗിയായിട്ടൊക്കെ ചെടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിൽക്കണ കാണാൻ നല്ല ഭംഗിയല്ലേ? ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ റെഡും ഗ്രീനും കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷെ അത് വെക്കുമ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊരു ഗ്യാപ്പ് ഇട്ട്, കാരണം പിള്ളേർ പെട്ടെന്ന് ഓടി വന്ന് പറിച്ചെടുക്കാൻ നമ്മളിപ്പോ പണ്ടൊക്കെ കുഞ്ഞിലേക്ക് ആണെങ്കിൽ കാണുന്ന ഇലയും പൂവൊക്കെ പറിച്ച് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കാൻ ഇഷ്ടം പോലെ. ശിവ കളിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ കുഞ്ഞിലെ കളിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെയുള്ള ഇലകളൊക്കെ പറിച്ചെടുക്കുമ്പോൾ ചില ഇലകൾ നമുക്ക് പറയാൻ പറ്റില്ല, അത് ചില സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. അപ്പം അതുപോലത്തെ തന്നെയുള്ള ഒരു ഇലയാണ്. അപ്പം നമ്മൾ വീടുകളിൽ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇങ്ങനെയുള്ള ചെടികളെ കുറിച്ച് ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. കാരണം ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾക്കാണേലും വലിയവർക്കാണെങ്കിലും
ആണെങ്കിലും അത് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടാവും എന്നുള്ള ആ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം എന്ത് ചെടി വെച്ചാലും അതിനെക്കുറിച്ച് അതിൻ്റെ ഗുണങ്ങളായാലും ദോഷങ്ങളാണെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ നന്ദ്യാർവട്ടയില്ലേ ചേച്ചി, നന്ദ്യാർവട്ടം വെളുത്ത പൂക്കൾ, അതിനൊരു നല്ല കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, ചെയ്തു നോക്കിയിട്ടില്ല. അതിന്റെ പൂക്കൾ ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് കണ്ണിലൊഴിച്ചാൽ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന്റെ പൂവിന്റെ നീര് പൂ പിഴിഞ്ഞിട്ട് കണ്ണിലൊഴിച്ചാൽ അത് നമ്മൾ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ കണ്ണിനൊക്കെ എന്തെങ്കിലും ചോപ്പ് കളർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മുലപ്പാൽ ഒഴിക്കുക. നമ്മൾ കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പാലൊക്കെ കണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയല്ലേ. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പച്ചമരുന്നുകളുണ്ട്, നമുക്ക് ഹോം റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യങ്ങളും വരുമ്പോൾ ഫസ്റ്റ് എന്തെങ്കിലും ചെറിയ ഒരു ഹോം റെമഡി അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ചോയ്സ്. കാരണം എന്താണ് അന്നത്തെ നന്ദ്യാർവട്ടത്തിൻ്റെ പൂവായിരിക്കില്ല ഇന്നത്തെ. കാരണം ഇന്നത്തെ ആ ഒരു ക്ലൈമറ്റും ഇന്നത്തെ നമ്മൾ ചെയ്യുന്ന വളവും അങ്ങനെയുള്ള വിഷാംശങ്ങളും എല്ലാം അതിനെ പൂവിനെയും കാര്യമായിട്ട് ബാധിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിന് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് ചിലപ്പം നമ്മുടെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഗസ്റ്റ് ചോദിക്കുവാണെങ്കിൽ ശിവ പറഞ്ഞു കൊടുക്കുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ വീഡിയോയിൽ എപ്പോഴും വരാറുള്ളതാണ്. ഇത് നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ആളുടെ പേര് ശിവപ്രിയ. ആളുടെ വീട് വടയാറാണ് അല്ലേ? വടയാറല്ലേ? വടയാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും വടയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആളിങ്ങനെ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ ആളും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം അങ്ങനെ വന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്ക് ഈ ചെടിയെക്കുറിച്ച് ഒരു സംശയം വന്നത്, ഗസ്റ്റ് ചോദിച്ചതിന് പേരിൽ. അപ്പോൾ പിന്നെ ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ അങ്ങോട്ട് ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേര് അടിച്ചുവപ്പി എന്നാണ്, ബ്ലൈൻഡ്നെസ് ട്രീ എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ഈ ഒരു മരം ചെടി നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. നമ്മൾ വീട്ടിലൊക്കെ ഒരു അലങ്കാര ചെടിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് നമ്മൾ വെക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം, കാരണം ഇതിൻ്റെ ഒരു അവയർനെസ് എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ചെടികൾ നട്ടുപിടിപ്പിക്കുക. കാരണം കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും അറിയാതെ ആണെങ്കിലും എടുത്ത് ഇപ്പം നമ്മളൊക്കെ എടുത്തിട്ട് അപ്പം തന്നെ ചിലപ്പോൾ കൈ വാഷ് ചെയ്യണമെന്നില്ല. അത് നമ്മുടെ കണ്ണിൽ തൊടുവോ അല്ലെങ്കിൽ ദേഹത്ത് തൊടുവോ ഒക്കെ ചെയ്യുമ്പോൾ അലർജിയോ കണ്ണിനുള്ള ബ്ലൈൻഡ്നെസ്സോ അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഇതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പം എന്തായാലും ശിവേ, നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും വരുന്നതായിരിക്കും.